അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 274 ഇന്നലെ 5 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. മരിച്ച പ്രദേശവാസികളിൽ ഒരു ഗർഭിണിയും ഉണ്ട് എന്നാണ് റിപ്പോർട്ട്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ തെരച്ചിൽ തുടരുകയാണ്. ആളുകൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നതായാണ് ദൗത്യ സംഘത്തിന്റെ നിഗമനം. ദുരന്തത്തിൽ മരിച്ച പത്തനംതിട്ട സ്വദേശി രഞ്ജിതയുടെ DNA പരിശോധനാ ഫലം ഇന്ന് കിട്ടും. രഞ്ജിതയുടെ സഹോദരൻ അഹമ്മദാബാദിൽ എത്തി സാമ്പിൾ നൽകി. വ്യോമ സുരക്ഷയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇന്ന് വ്യോമയാന മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരും. വിവരങ്ങളുമായി ഇപ്പോൾ അപകട സ്ഥലത്ത് നിന്ന്, ആ ദുരന്തം നടന്ന സ്ഥലത്ത് നിന്ന് ശരത് ലാൽ ചേരുകയാണ്. ശരത് ലാൽ, ആ ദുരന്ത ഭൂമിയിൽ ഇപ്പോഴും തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണോ? അങ്ങനെയെങ്കിൽ മരണസംഖ്യ ഇനിയും ഉയരുവാനുള്ള സാധ്യതയാണോ മുന്നിലുള്ളത്? ലക്ഷ്മി, ഇപ്പോൾ നമ്മളോടൊത്തുള്ള ഒരു ആദ്യ വിഷ്വൽസ് തന്നെ എന്ന് പറയാം. കാരണം വിമാനത്തിൻ്റെ വാലറ്റം തകർന്നു വീണ വിമാനം ഹോസ്റ്റലിലേക്ക് ഇടിച്ചു കയറിയ ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിലാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വിഷ്വൽ ഇപ്പോൾ കാണുന്നുണ്ട്. അവിടെ തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് വിമാനത്തിൻ്റെ. അപ്പോൾ ആ വിമാനത്തിൻ്റെ നമുക്കിപ്പോൾ ലക്ഷ്മി കാണുന്നുണ്ടാവും. കാരണം ഈ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രധാനമായും ഇപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നു എന്നാണ്. ഇപ്പോൾ വിമാനത്തിൻ്റെ കുറച്ചല്പം മുമ്പാണ് വിമാനത്തിൻ്റെ അകത്തു നിന്ന് ഒരു സാധനം ക്രെയിൻ ഉപയോഗിച്ചിട്ട് ഉയർത്തിയത്. ഇത് നമുക്ക് ന്യൂസ് മലയാളത്തിൽ കൂടിയാണ് പ്രേക്ഷകർ ഇത് ആദ്യമായി കാണുന്നത്. കാരണം ഈ വഴിയിലൂടെയാണ് നേരെയാണ് ഇടിച്ചിട്ട് വിമാനം ഹോസ്റ്റലിൻ്റെ ഒരു മുകളിലുള്ള നിലകളൊക്കെ തകർന്നു പോയിരിക്കുന്നു. വാലറ്റം നമുക്ക് കാണാൻ കഴിയും. ആ വാലറ്റത്തിൻ്റെ ഉള്ളിലുള്ള പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് മുഴുവൻ പരിശോധന നടക്കുന്നത് എയർപോർട്ട് ആക്സിഡന്റ് AIIB ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും എങ്ങനെയാണ് വിമാനം ഇടിച്ചു കയറിയിരിക്കുന്നത്. ആ വാലറ്റത്തിൽ മാത്രമാണ് ഇപ്പോൾ കാണുന്നത്. വിമാനത്തിന്റെ ബാക്കിയായ വശങ്ങളിൽ ഏകെയുള്ളത് മൂക്കും പിന്നെ വാലറ്റവും മാത്രമാണ്. ഈ ഭാഗത്താണ് ഇപ്പോൾ പരിശോധന നടന്നത്. ക്രെയിൻ ഉപയോഗിച്ച് വാലറ്റത്തിന്റെ അകത്ത് നിന്ന് ഒരു ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അത് ആരുടേതാകാം എന്നുള്ളത് അല്പസമയം കൊണ്ട് അറിയാൻ പറ്റും. ഇപ്പോൾ അത് ആംബുലൻസ് കയറ്റാൻ വേണ്ടി താഴത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ലക്ഷ്മി വർമ്മ, അത്രയും ഈ ദുരന്തത്തിന്റെ ഭീകരത കാണിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ന്യൂസ് മലയാളം പ്രേക്ഷകരിൽ എത്തിക്കുന്നത്. കാരണം മരങ്ങൾക്ക് മുകളിലൂടെ മരങ്ങളിലൊക്കെ കാണാൻ പറ്റും. മരങ്ങളിലെ ചില്ലകൾ കൂടെ ഇടിച്ച് കത്തി നിരിഞ്ഞുകൊണ്ടാണ് വിമാനം ഹോസ്റ്റലിലേക്ക് ഇടിക്കുകയും അവിടെ വെച്ച് പകുതി മുറിഞ്ഞ് A4 ഹോസ്റ്റലിന് മുമ്പിൽ ചിറകടിച്ച് കത്തി മാറുകയും ചെയ്യുന്നത്. നമുക്ക് കുറച്ച് ദൂരെ പോയി കഴിഞ്ഞാൽ കത്തിക്കരിഞ്ഞ A4 ഹോസ്റ്റലിന്റെ രൂപങ്ങൾ കാണാൻ പറ്റും. A4 ഹോസ്റ്റലിന്റെ രൂപങ്ങൾ ഇപ്പോൾ നമ്മൾ സൂം ചെയ്യാണ്. ആ മരച്ചില്ലകളിൽ കൂടെ കാണുന്നത് A4 ഹോസ്റ്റലിന്റെ ചില്ലകളാണ്. അതേപോലെ തന്നെ നമുക്ക് A4 ഹോസ്റ്റലിനെ നമ്മൾ സൂം ചെയ്യാം. അതിലേക്ക് വിമാനം ഇടിച്ച് കയറി എന്ന് വേണം നമുക്ക് പറയാൻ കഴിയുക. കാരണം ഈ വലിയ നീളമുള്ള വിമാനമാണ്, വലിയ ഡ്രീംലൈനറാണ് ഇങ്ങനെ ദുരന്തത്തിൽ ഉൾപ്പെട്ടത്. ഇത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിന് ഏകദേശം വെറും 200 മീറ്റർ അകലെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് വളരെ പ്രാധാന്യം. ഇതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ലക്ഷ്മി വർമ്മ, ഭീകരമായ ദൃശ്യങ്ങൾ തന്നെ എന്ന് പറയേണ്ടി വരും. യാത്രക്കാരെ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ അതിനുശേഷം ഹോസ്റ്റലിലെ ജീവനക്കാരും അതേപോലെ തന്നെ മെഡിക്കൽ വിദ്യാർത്ഥികളും എങ്ങനെയാണ് ദുരന്തത്തെ അഭിമുഖീകരിച്ചത്. ഒരു നിമിഷം പോലും അവർക്ക് ചിന്തിക്കാനോ അല്ലെ ഓടിമറിയാനോ സമയം ലഭിച്ചില്ല എന്നത് വ്യക്തമാക്കുന്നതാണ് ഈ വിമാനത്തിൻ്റെ ഭാഗങ്ങൾ നമുക്ക് കാണുന്നത്. ഇത്രയും പ്രേക്ഷകരിലേക്ക് ദൃശ്യങ്ങൾ എത്തിക്കുമ്പോൾ ചില ദൃശ്യങ്ങൾ ഭയാനകമായിരിക്കും. കാരണം ഇപ്പോഴും അതിൻ്റെ അകത്തേക്ക് വിമാനത്തിൻ്റെ വാലറ്റത്ത് ശരീരഭാഗങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ കൂടുതൽ NDRF സേനാംഗങ്ങൾ വരികയാണ് ബാക്കി ഭാഗങ്ങളിൽ പരിശോധന നടത്താൻ വേണ്ടിയിട്ട്. ഏതായാലും നേരത്തെ വിമാനത്തിൻ്റെ അകത്ത് നിന്ന് വാലറ്റത്തിൽ നിന്ന് നിരവധി അവശിഷ്ടങ്ങൾ ക്രെയിൻ ഉപയോഗിച്ചിട്ട് മാറ്റിയിരുന്നു. ഇതാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത്. കാരണം
കഴിഞ്ഞ ദിവസം ഈ ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ ഡ്രീം 171 വിമാനം ഇതുവഴിയാണ് ഇടിച്ച് ഓസ്റ്റിലേക്ക് കയറിയിരിക്കുന്നത്. 141 യാത്രക്കാർ ഇവർ എരിഞ്ഞടഞ്ഞു. പുറമെ പ്രാദേശികവാസികൾ, ഡോക്ടർമാരുടെ കുടുംബാംഗങ്ങൾ, അതേപോലെ തന്നെ മെഡിക്കൽ വിദ്യാർത്ഥികൾ ഇവരെയും കൂടി അഗ്നിനാളത്തിലേക്ക് തള്ളിവിട്ട ഒരു അപകടത്തിൻ്റെ നേർക്കാഴ്ചയാണ് നമുക്ക് മുമ്പിലുള്ളത്. ലക്ഷ്മി പത്മ, വിമാനത്തിൻ്റെ വാൽഭാഗങ്ങൾ കാണാം. വാൽഭാഗത്തിൽ തന്നെ നമുക്ക് വിമാനത്തിലെ ജെറ്റിൻ്റെ ചില ഭാഗങ്ങൾ താഴേക്ക് തെറിച്ചു പോയ വിഷയമുണ്ട്. മരങ്ങൾക്കൊടുകളെ നമുക്ക് വ്യക്തമായിട്ട് അത് കാണിക്കാൻ കഴിയില്ല. ഏതായാലും വൻ ദുരന്തം തന്നെയാണ് അഹമ്മദാബാദിൽ നടന്നത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തം എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇപ്പോഴും NDRF അംഗങ്ങൾ വിമാനത്തിൽ നിന്നും പരിശോധന നടത്തുകയാണ്. വിമാനത്തിൽ നിന്ന് ലഭിച്ച ബ്ലാക്ക് ബോക്സ് ലഭിച്ചത് ഇതിൻ്റെ തൊട്ടുപുറത്തുള്ള ഹോസ്റ്റലിൻ്റെ മുട്ടപ്പാവിൽ നിന്നാണ്. അപ്പോൾ അത്ര ദൂരത്തോളം വിമാനത്തിൻ്റെ ഇടിയുടെ ആഘാതം ഉണ്ടായിരുന്നു എന്ന് വേണം പറയാം. ഈ വിഷ്വൽസ്, ഈ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്ര അതിഭീകരമായ ദുരന്തമാണ്, എത്ര അപകടമാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ തൊട്ടടുത്തുള്ള വ്യക്തികൾ പോലും, അതായത് ഈ കോളനിയിലെ വ്യക്തികൾ പോലും ഭയന്ന് വിറച്ച്, ഓരോ വിമാനം പോകുമ്പോഴും ഭയന്ന് വിറക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്ന ആ രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്കാണ് ദൃശ്യങ്ങളുള്ളത്. ഏതായാലും വിമാനത്തിൻ്റെ ഈ ഭാഗങ്ങൾ ഇതുവരെ പ്രേക്ഷകരിലേക്ക് എത്തിയിരുന്നില്ല. ന്യൂസ് മലയാളമാണ് ഇത് മലയാള പ്രേക്ഷകരിലേക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ ഏകദേശം നമുക്ക് ലഭിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം എങ്ങനെയാണ് ഈ വിമാനത്തിൻ്റെ ദുരന്തം എന്നുള്ളത്. ഇപ്പോൾ NDRF വിമാനത്തിൻ്റെ അകത്തുള്ള ദൃശ്യങ്ങൾ വീഡിയോഗ്രാഫ് ചെയ്യുകയാണ്. ഏതായാലും ഇത് സംബന്ധിച്ച പരിശോധനകൾ നൽകുന്നു. ഇന്ത്യൻ സിവിൽ മന്ത്രാലയത്തിൻ്റെ AAIB, അതായത് എയ്റോപ്ലെയിൻ ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ നടത്തുന്ന അന്വേഷണത്തിൻ്റെ ഉദ്യോഗസ്ഥരാണ് നീല ഡ്രസ്സോട് അണിഞ്ഞുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. വെളുത്ത ഡ്രസ്സിൽ അണിഞ്ഞിരിക്കുന്നത് ഫോറൻസിക് വിഭാഗത്തിൻ്റെ ആൾക്കാരാണ്. ഈ ഓറഞ്ച് ഡ്രസ്സിലുള്ളത് NDRFൻ്റെ ഉദ്യോഗസ്ഥരാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പരിശോധന വീണ്ടും ആരംഭിച്ചിരുന്നു. വിമാനത്തിൻ്റെ അകത്തിലേക്ക് NDRFൻ്റെ സംഘം ഇപ്പോൾ കടക്കുകയാണ്. ആ വിമാനത്തിൻ്റെ പൊളിഞ്ഞു കിടക്കുന്ന ഭാഗങ്ങൾക്കുള്ളിലേക്ക് NDRFൻ്റെ അംഗങ്ങളും അതേപോലെ തന്നെ നീല വസ്ത്രമണിഞ്ഞ AAIB അംഗങ്ങളും ഇപ്പോൾ ഉള്ളിലേക്ക് കടക്കുകയാണ്. ഇതാണ് നമുക്ക് വിമാനത്തിൻ്റെ വാലറ്റം പരിശോധിക്കാനുള്ള NDRFൻ്റെ ശ്രമമാണ് നമ്മളിപ്പോൾ കാണുന്നത്. നേരത്തെ ഇതിൽ നിന്ന് കുറച്ച് വസ്തുക്കൾ, കുറച്ച് അവശിഷ്ടങ്ങളൊക്കെ NDRF ശേഖരിച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും അവശിഷ്ടങ്ങൾ ശേഖരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇത് സംബന്ധിച്ച പൂർണ്ണമായ പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് കാണാൻ കഴിയുമ്പോൾ തന്നെ എത്ര സൂക്ഷ്മതയോടെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥങ്ങൾ കാര്യങ്ങളെ കാണുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, തീർച്ചയായും അപകടത്തിന്റെ ഭീതിതാവസ്ഥ എന്ത് എന്നുള്ളത്, അപകടത്തിന്റെ വ്യാപ്തി എന്താണ് എന്നത് സംബന്ധിക്കുന്ന ദൃശ്യങ്ങൾ, അതിൻ്റെ നേർക്കാഴ്ചകൾ തന്നെയാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എത്ര വലിയ ദുരന്തമാണ് അവിടെ സംഭവിച്ചത് എന്ന് നമുക്കറിയാം. ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി ഈ ദൃശ്യങ്ങളിൽ നിന്ന് എല്ലാവർക്കും തന്നെ വ്യക്തമാകുന്നതാണ്.